Today, first we discuss about verb plates അല്ലെങ്കിൽ retarders. The verb plate എന്ന് പറഞ്ഞാൽ optical devices ആണ് that can change the state of polarization of instant verb. Polarization change ചെയ്യാൻ പറ്റും. It consists of a thin plate of the birefringent crystal അല്ലെങ്കിൽ double refraction crystal. ഒരു പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ഇൻസിഡന്റ് ചെയ്യുകയാണെങ്കിൽ അത് ഇറേ ആയിട്ടും ഓറോ ആയിട്ടും ഡിവൈഡ് ചെയ്ത് പോകും. ആഫ്റ്റർ എമർജിങ് ഫ്രം ദ വേർബ് പ്ലേറ്റ്സ് എന്ത് ചെയ്യും? ടു വേർബ്സ് സൂപ്പർ ഇമ്പോസ് ടു പ്രൊഡ്യൂസ് എ വേർബ് ഓഫ് ദ ഡിഫറെൻറ്റ് സ്റ്റേറ്റ് ഓഫ് പോളറൈസേഷൻ. ഡിഫറെൻറ്റ് സ്റ്റേറ്റ് മീൻസ് ലീനിയർലി പോളറൈസ്ഡ്, സർക്കുലാർലി പോളറൈസ്ഡ് അല്ലെങ്കിൽ എലിപ്റ്റിക്കലി പോളറൈസ്ഡ്. ഇതാണ് ഡിഫറെൻറ്റ് സ്റ്റേറ്റ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വേർബ് പ്ലേറ്റ്സ് നമുക്ക് രണ്ടാക്കിയിട്ടാണ് സാധാരണ ക്വാർട്ടർ വേർബ് പ്ലേറ്റ്സും അതുപോലെ ഹാഫ് വേർബ് പ്ലേറ്റും. പിന്നെ ക്വാർട്ടർ വേർബ് പ്ലേറ്റും ഹാഫ് വേർബ് പ്ലേറ്റും എന്താ നമുക്ക് നോക്കാം. വെൻ ക്വാർട്ടർ വേർബ് പ്ലേറ്റ് ആണെങ്കിൽ ഹാഫ് വേർബ് പ്ലേറ്റ് ആണെങ്കിൽ അവ പാത്ത് ഡിഫറൻസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന ക്രിസ്റ്റലിൻ്റെ വേർബ് പ്ലേറ്റിൻ്റെ തിക്നെസ് ടി ആണെന്ന് എഴുതുക. അങ്ങനെയാണെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓറേക്കുള്ള ഒപ്റ്റിക്കൽ പാത്ത് എന്ന് പറയുന്നത് മ്യൂ ഒ ഇൻറ്റു ടി ആണ്. അതേപോലെ ഈറേക്കുള്ളത് മ്യൂ ഇ ഇൻറ്റു ടി ആണ്. അപ്പോൾ ഈറേയും ഒ ഈറേയും തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? മ്യൂ ഇ ടി മൈനസ് മ്യൂ ഒ ടി ആയിരിക്കും. ദാറ്റ് ഈസ് മ്യൂ ഇ മൈനസ് മ്യൂ ഒ ഇൻറ്റു ടി ആയിരിക്കും. അപ്പം പാത്ത് ഡിഫറൻസ് എത്രയാണോ അതിനെ 2π/λ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് ഫേസ് ഡിഫറൻസ് കിട്ടും. സോ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഇ റേ ആൻഡ് ഒ റേ 2 റേ ഈസ് ഈക്വൽ ടു 2π/λ ഇൻറ്റു മ്യൂ ഇ മൈനസ് മ്യൂ ഒ ഇൻറ്റു ടി എന്ന് കിട്ടും. ഇനി തിക്നെസ് ഓഫ് ദ വേർബ് പ്ലേറ്റ് ഈസ് അഡ്ജസ്റ്റഡ് സോ ദാറ്റ് ദ പാത്ത് ഡിഫറൻസ് ഈസ് λ/4. ലാംഡയുടെ ക്വാർട്ടർ ആണെങ്കിൽ അതിന് നമ്മൾ ക്വാർട്ടർ വേർബ് പ്ലേറ്റ് എന്ന് പറയും. സോ ക്വാർട്ടർ വേർബ് പ്ലേറ്റിൻ്റെ കേസിൽ പാത്ത് ഡിഫറൻസ് λ/4 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ മ്യൂ ഇ മൈനസ് മ്യൂ ഒ ഇൻറ്റു ടി ഈക്വൽ ടു λ/4 ആയിരിക്കും. അപ്പോൾ തിക്നെസ് ടി ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? λ/4 ഇൻറ്റു മ്യൂ ഇ മൈനസ് മ്യൂ ഒ ആയിരിക്കും തിക്നെസ്. ഇനി ഫേസ് ഡിഫറൻസിൻ്റെ കേസിലാണെങ്കിൽ നമ്മളതിൽ 2π/λ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ലാംഡ കട്ട് ചെയ്ത് പോകും. അതുപോലെ തന്നെ 2 കട്ട് ചെയ്ത് പോയാൽ ബാക്കി ടി ഈക്വൽ ടു π/2 ഇൻറ്റു മ്യൂ ഇ മൈനസ് മ്യൂ എന്ന് കിട്ടും. ഇങ്ങനെ ക്വാർട്ടർ വേർബ് പ്ലേറ്റ്സ് λ/4 ആണ് പാത്ത് ഡിഫറൻസ് ബിറ്റ്വീൻ ഇ ആൻഡ് ഒ പ്രൊവൈഡ് ചെയ്യുന്നത്. എ ക്വാർട്ടർ വേർബ് പ്ലേറ്റ് ഈസ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് എലിപ്റ്റിക്കലി ഓർ സർക്കുലർലി പോളറൈസ്ഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്? ക്വാർട്ടർ വേർബ് പ്ലേറ്റ് ഉപയോഗിക്കുന്നത്. ഇനി മിനിമം ആണ് λ/4. n+1/λ4 എന്നുള്ള വാല്യൂസ് കിട്ടുകയാണെങ്കിൽ ക്വാർട്ടർ വേർബ് പ്ലേറ്റ്സ് ആയിട്ട് ആക്ട് ചെയ്യും. ദാറ്റ് മീൻസ് മ്യൂ ഇ മൈനസ് മ്യൂ ഒ ഇൻറ്റു ടി ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? n+1/4 ലാംഡ കൊടുത്താൽ മതി. എന്നിന് 0 മുതലുള്ള വാല്യൂസ് നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ക്വാർട്ടർ വേർബ് പ്ലേറ്റ് λ/4 അല്ലെങ്കിൽ n+1/4 ലാംഡയോ പാത്ത് ഡിഫറൻസ് പ്രൊവൈഡ് ചെയ്യുന്ന തിക്നെസ്സിൻ്റെ വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹാഫ് വേർബ് പ്ലേറ്റ്സ് ആണ്. അത് λ/2 ആണ് അത് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ പാത്ത് ഡിഫറൻസ് മ്യൂ ഇ മൈനസ് മ്യൂ ഒ ഇൻറ്റു ടി എന്ന് പറയുന്നത് λ/2 ആയിരിക്കും. തിക്നെസ് ടി ഈസ് ഈക്വൽ ടു λ/2 ഇൻറ്റു മ്യൂ ഇ മൈനസ് മ്യൂ ഒ ആയിരിക്കും. പാത്ത് ഡിഫറൻസിൻ്റെ ടേമിൽ ഫേസ് ഡിഫറൻസിലേക്ക് മാറ്റുമ്പം ടി ഈക്വൽ ടു ഇവിടെ നമുക്ക് 2π/λ ഇൻറ്റു വാല്യൂസ് വരുമ്പോൾ നമുക്ക് 2 ഇവിടുത്തെ 2 വെട്ടിപ്പോയാൽ നമുക്ക് π/മ്യൂ ഇ മൈനസ് മ്യൂ എന്ന് കിട്ടും. സോ ഹാഫ് വേർബ് പ്ലേറ്റ് എന്താ പ്രൊവൈഡ് ചെയ്യുക? ഇൻവേർട്ട് ദ ഹാൻഡഡ്നെസ് ഓഫ് ദ എലിപ്റ്റിക്കൽ ഓർ സർക്കുലർലി പോളറൈസ്ഡ് തിരിക്കാനാണ് നമുക്ക് പറ്റുക. അപ്പോൾ റൈറ്റിലേക്കുള്ള ലെഫ്റ്റിലേക്കുള്ള റൈറ്റിൻ്റെ ഒരു ഓറിയൻറ്റേഷൻ നമുക്ക് തിരിക്കാൻ പറ്റും. ഇനി λ/2 എന്ന് പറയുന്നത് മിനിമമാണ്. n+1/2 ലാംഡ ആണെങ്കിൽ പോലും ഈവൻ ദെൻ അങ്ങനെയാണെങ്കിൽ പോലും ഹാഫ് വേർബ് പ്ലേറ്റ് നമുക്ക് പാത്ത് ഡിഫറൻസ് λ/2 പ്രൊവൈഡ് ചെയ്യും. n is equal to 6. അപ്പോൾ ഇവിടെ ജനറലായിട്ട് ഫേസ് റിട്ടാർഡേഴ്സ് പ്ലേറ്റ് എന്ന് നമുക്കിതിന് പറയാം.
കാരണം എന്താ, ഇവ ഒരു കോൺസ്റ്റൻറ്റ് ഫേസ് ഡിഫറൻസോ അല്ലെങ്കിൽ പാത്ത് ഡിഫറൻസോ പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ വെനെവർ പ്ലേസ്ഡ് ഇൻ എ പാത്ത് ഓഫ് ദ ലൈറ്റ് ഇൻട്രൊഡ്യൂസ് സർട്ടൻ ഫേസ് ഡിഫറൻസ് ഓർ പാത്ത് ഡിഫറൻസ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ between ordinary and extraordinary such a plates are called phase retarding plates. അപ്പോൾ വേവ് പ്ലേറ്റ്സ് നമ്മൾ പറയുന്ന പേരാണ് ഫേസ് റിട്ടാർഡിങ്. ഫേസിൽ വ്യത്യാസം വരുത്തുന്നു, ഒന്ന് റെഡ്യൂസ് ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിലാണ് റിട്ടാർഡിങ് എന്ന് പറയുന്നത്. ഹാഫ് വേവ് പ്ലേറ്റും ക്വാർട്ടർ വേവ് പ്ലേറ്റും ഇതിന് എക്സാമ്പിളാണ്. ദീസ് പ്ലേറ്റ് ഇൻട്രൊഡ്യൂസ് എ ഫേസ് ആംഗിൾ ബിറ്റ്വീൻ ഓർഡിനറി ആൻഡ് എക്സ്ട്രാ ഓർഡിനറി തമ്മിലൊരു ആംഗിൾ പാത്ത് ഡിഫറൻസ് ഫേസ് ഡിഫറൻസ് പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് നമ്മൾ പറഞ്ഞു. സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന കാൽസൈറ്റും ക്വാർട്സും ആണ്. യൂണി ആക്സിൽ ക്രിസ്റ്റലാണ്. നീ ബൈആക്സിൽ ആയിട്ടുള്ള മൈക്ക ഷീറ്റ് ഉപയോഗിക്കുക. മൈക്ക ഷീറ്റ് ബൈആക്സിൽ ആണെങ്കിലും അതിൻ്റെ ആക്സസ് തമ്മിലുള്ള ആംഗിൾ വളരെ ചെറുതായതുകൊണ്ട് വലിയ വേരിയേഷൻസ് വരുന്നില്ല. Whenever light enters such a plate, it is divided into ordinary and extraordinary to divide ചെയ്യും. The speed അല്ലെങ്കിൽ refractive indices of these two rays being different, a path difference or phase difference between the two is introduced by the plates. ഇതാണ് നമ്മൾ ഹാഫ് പ്ലേറ്റ്സും വേവ് പ്ലേറ്റ്സ് ഫേസ് റിട്ടാർഡ് പ്ലേറ്റ്സ് എന്നൊക്കെ പറയുന്നത് കൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. ഇതായിട്ട് ബന്ധപ്പെട്ട് ന്യൂമറിക്കൽ എന്ന് നോക്കാം. ഒരു ക്വാർട്ടർ വേവ് പ്ലേറ്റ്സ് is constructed from quartz crystal whose refractive indices are mu is equal to 1.553 and mu is equal to 1.544. Calculate the thickness of the plate for wavelength of 6500 angstrom. അപ്പോൾ mu e തന്നിട്ടുണ്ട്, mu തന്നിട്ടുണ്ട്, ലാംഡ തന്നിട്ടുണ്ട്. ഈ ക്വാർട്ടർ വേവ് പ്ലേറ്റ് ആണെങ്കിൽ തിക്നെസ് ഈസ് ഈക്വൽ ടു എന്താ, ലാംഡ ഡിവൈഡഡ് ബൈ 4 into mu e minus mu. വാല്യൂ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്താൽ mu is equal to ലാംഡ is equal. ക്വാർട്ടർ വേവ് പ്ലേറ്റ് ആണ് തന്നിരിക്കുന്നത്. T equal to ലാംഡ ഡിവൈഡ് ബൈ 4 into mu e minus mu. ആങ്സ്റ്റത്തിൽ മാറ്റുമ്പോൾ 6500 10⁻⁻10 4 into ഈ വാല്യൂ കിട്ടും. ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 553 444 കുറച്ച് 9 കിട്ടും. 3 സ്ഥാനം മാറ്റി നമുക്ക് പക്ഷേ 1 ഉം സെയിം ആണ്. 9 into 10⁻³ എന്ന് കിട്ടും. 36 6.5 ഡിവൈഡ് ബൈ 36 into 10⁻⁴ വരും. ഫിസിക്കൽ 1.8 into 10⁻⁵ വരും. ചെയ്ത് നോക്കിയാൽ 6.5നെ 36 കൊണ്ട് ഡിവൈഡ് ചെയ്താണ് കിട്ടുന്നത് 0.18 into 10⁻⁴. സാധാരണ നമുക്ക് സിമ്പിളായിട്ട് പറയാൻ വേണ്ടി മില്ലിമീറ്ററിലേക്ക് മാറ്റും. 3 സ്ഥാനം ഇവിടെ നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നത് -2 വന്നു. ഈ ഇക്വേഷൻസ് ഉപയോഗിച്ച് നമുക്ക് കാണാം. അടുത്ത എക്സാമ്പിൾ നോക്കൂ. കാൽക്കുലേറ്റ് തിക്നെസ് ഓഫ് ഐസ് റിക്വയർഡ് ടു ആക്ട് ലൈക്ക് എ ഹാഫ് വേവ് പ്ലേറ്റ്സ് ഫോർ എ വേവ് ലെങ്ത് ഓഫ് 590 നാനോമീറ്റർ ആണ്. mu is equal to mu is equal to. ഇവിടെ നമ്മൾ ഹാഫ് ആകുമ്പോൾ നമുക്ക് എന്താ ഇക്വേഷൻസ് കിട്ടുക, ലാംഡ ഈസ് ഈക്വൽ ടു മീറ്റർക്ക് മാറ്റി mu ഈസ് ഈക്വൽ ടു mu ഈസ് ഈക്വൽ ഹാഫ് പ്ലേറ്റ് ഏതാണ് T ഈസ് ഈക്വൽ ടു ലാംഡ ഡിവൈഡ് ബൈ 2 into mu e minus mu ആണ്. വാല്യൂസ് കൊടുത്ത് നമ്മൾ ചെയ്യുമ്പോൾ ഇവിടെയും 313 309 പോയാൽ 4 അത് 0.313 ആയി മാറ്റുമ്പോൾ 10⁻⁻. ഫസ്റ്റ് ഡിവൈഡ് അതാണ് ഈ വാല്യൂ. അത് 8 590 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഈ വാല്യൂസിന് കൊടുക്കുമ്പോൾ 3 മീറ്ററിൽ കിട്ടും. മില്ലിമീറ്റർക്ക് മാറ്റുന്നു. മില്ലിമീറ്റർക്ക് മാറ്റം നിർബന്ധം മീറ്ററാണ് നമ്മുടെ SI യൂണിറ്റ്. അത് നോക്കാവുന്നതാണ്. ഇരിക്കുന്നത് ഹാഫ് പ്ലേറ്റ് ആണ് ഇക്വേഷൻസ്. ലാംഡ തന്നിട്ടുണ്ട്, mu e തന്നിട്ടുണ്ട്, mu തന്നിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുക, കാൽക്കുലേഷൻസ്. അടുത്ത എക്സാമ്പിൾ കാൽക്കുലേറ്റ് തിക്നെസ് ഓഫ് എ ഡബിളി റിഫ്രാക്റ്റിംഗ് crystals required to introduce a path difference of lambda by 2 between the ordinary and extraordinary when lambda is equal to 6000 angstrom. mu is equal to നമുക്ക് ലാംഡ ബൈ 2 കൊടുക്കണമെങ്കിൽ ഹാഫ് പ്ലേറ്റ് ആയിരിക്കണം. അപ്പോൾ T is equal to എന്താ, ലാംഡ ഡിവൈഡ് ബൈ 2 into mu e minus mu കൊടുത്തു നോക്കി. To introduce path difference lambda by 2 we use half wave plates. T equal to lambda divided by 2 into mu minus mu e.
equal to 6000. 1.55 ന്ന് 1.04 പോയാൽ നമുക്ക് കിട്ടുന്നത് 0.01 ആയിരിക്കും. 0.01 into 2 0.02 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 3 into 10⁻⁵ മീറ്റർ ആണ്. T തിക്നെസ് ഹാഫ് പ്ലേറ്റ് ആണ് λ/2 പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇക്വേഷൻസ് ചെയ്യുന്നത്. സാധാരണ നമുക്ക് വരുന്ന ന്യൂമറിക്കൽസ് ആണ് ഈ രണ്ട് ഇക്വേഷൻ. അടുത്ത എക്സാമ്പിൾ, the faces of a quartz plate are parallel to the optic axis of the crystal. What is the thinnest possible plate that would serve to put the ordinary and extraordinary ray of lambda 5890 angstrom a half wave apart to their exist? അപ്പോൾ ഹാഫ് വേവ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ പാത്ത് ഡിഫറൻസ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ എന്തായിരിക്കണം പോസിബിൾ തിക്നെസ് എന്നാണ്. ഹാഫ് പ്ലേറ്റിൻ്റെ തിക്നെസ്സിൻ്റെ ഇക്വേഷനാണ് ചോദിച്ചതെന്ന് പറയുന്നത്. വാട്ട് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദിസ് തിക്നെസ് വുഡ് ഗീവ് ദ സെയിം റിസൾട്ട്. അപ്പോൾ ഈ മിനിമം തിക്നെസ് പിന്നെ അത് റിപ്പീറ്റ് ചെയ്യാം, അതാണ് ഡിഫറെൻ്റ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ മിനിമം തിക്നെസ് കണ്ടിട്ട് അതിൻ്റെ ഓഡ് മൾട്ടിപ്പിൾസ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ സെയിം ആയിരിക്കും എന്നാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ടി കണ്ടുപിടിക്കണം, പിന്നെ 3T 5T 7T ഈ ഭാഗത്തൊക്കെ സെയിം പാത്ത് ഡിഫറൻസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുക എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സിൻസ് ദ quartz plates have a half wave plates, T equal to lambda divided by 2 into mu o minus mu e. mu e minus mu o കൊടുത്താലും മതി, ഡിഫറൻസ് നെഗറ്റീവ് വരാതെ നോക്കത്തേ ഉള്ളൂ ഉദ്ദേശിച്ചത്. വാല്യൂസ് ഇതാണ് ലാംഡ, ഇതാണ് 3.27 10⁻⁵ മീറ്റർ. അതാണ് മിനിമം തിക്നെസ് കിട്ടിയത്, അതാണ് തിന്നസ്റ്റ് എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത്. The place which would introduce a path difference of λ/2 or its odd multiples of λ/2 would produce the same result നമ്മൾ പറഞ്ഞത് n into 1/2 lambda നമ്മൾ പറഞ്ഞു. അപ്പോൾ ടി അപ്പോൾ ഓഡ് മൾട്ടിപ്പിൾസ് 3 5 ഈ വാല്യൂസിനൊക്കെ നമുക്ക് കൊണ്ടുപോയിട്ടും സെയിം ഇഫക്റ്റ് ഹാഫ് വേവ് പ്ലേറ്റ്സ് കിട്ടും. അപ്പം 3.27 into 3 into 5 അങ്ങനെ വാല്യൂസ് കൊടുത്താൽ ആ തിക്നെസ് ഒക്കെ ഉള്ള പ്ലേറ്റ്സുകൾ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഹാഫ് പാത്ത് ഡിഫറൻസ് പ്രൊവൈഡ് ചെയ്യും എന്നാണ് കൺക്ലൂഡ്. ഇതൊന്ന് റിവൈസ് ചെയ്യണേ.